പ്രേക്ഷകരും കണ്ടത്. ഉരുൾപൊട്ടലിൽ ചിതറിപ്പോയി തിരിച്ചറിയാനാകാത്ത മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. പുത്തുമലയിൽ 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, 4 മണിക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്നു, പക്ഷേ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ മൃതദേഹവും ശരീരഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ഈ ചടങ്ങ് നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിനൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഏതുവരെയായി? അനുജ, 30 മൃതദേഹങ്ങൾ, 160 ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ 3 മണിയോടുകൂടി തന്നെ സംസ്കാരത്തിലേക്ക് കടക്കുക എന്ന നിലയ്ക്കാണ് തീരുമാനം. പുത്തുമലയിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലത്ത് ഹാരിസൺ മലയാളത്തിൽ നിന്ന് ഏറ്റെടുത്ത 64 സെന്റ് ഭൂമിയിൽ 200 കുഴിമാടങ്ങളാണ് ആകെ തയ്യാറാക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം മേപ്പാടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജു ചേരുകയാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? എത്ര മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനം? ഇപ്പോഴുള്ള തീരുമാനം, മൃതശരീരങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്ക് തന്നെ നമുക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയും. എത്ര മണിയോടുകൂടി അവിടെ നിന്ന് വിട്ടും ഇവിടെ 3 മണിക്ക് തന്നെ എത്താൻ കഴിയുമോ? എന്താണ് ഇവിടെ 3 മണിക്ക് എത്താൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർവ്വ മതപ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആളുകൾക്ക് എല്ലാ മതമേലധ്യക്ഷന്മാരും ഇവിടെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ കുഴിമാടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരിക്കുന്നത് മൊത്തം? ഇപ്പോൾ ഇന്നലെ നമ്മൾ 8 എണ്ണം അവിടെ എടുത്തു കഴിഞ്ഞു. ഇന്ന് 31 എണ്ണം പൂർണ്ണമായ മൃതദേഹത്തിനുള്ള കുഴികൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. 160 ഭാഗങ്ങൾക്കുള്ള കുഴികളുടെ പ്രവർത്തനമാണ് ഇവിടെ JCB രാവിലെ മുതൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ 190. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. പിന്നെ അഡീഷണൽ നമുക്കൊരു 10 എണ്ണം നമ്മൾ റിസർവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നീടാണ് ആ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ കാലാവസ്ഥ വളരെ മോശമായി വരികയാണെങ്കിൽ നമുക്ക് സംസ്കാര ചടങ്ങിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം മണ്ണൊക്കെ ഒലിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ തടസ്സപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. തടസ്സപ്പെടില്ല, ഭാഗങ്ങളാണ്. എന്നാലും ഒരു ചെറിയ പ്രയാസം നമുക്ക് അതിനകത്ത് ഉണ്ടാവും. ഒരു 3:30 നമുക്ക് കടക്കാൻ കഴിയും. 3:30 തന്നെ നമുക്ക് കടക്കാൻ കഴിയും. 3 മണിക്ക് തന്നെ എത്തുമാണ് പറഞ്ഞിട്ടില്ല. കുറച്ച് വൈകിയാൽ തന്നെ 3:30 നമുക്ക് കൃത്യമായിട്ട് കഴിയും. ഇന്നലെ ചെയ്ത പോലെ തന്നെ എല്ലാ ബഹുമതികളോടും കൂടി സർവ്വമത പ്രാർത്ഥനയോട് തന്നെ അവരെ യാത്ര അയക്കും. അതാണ്, അതായത് മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. യഥാർത്ഥത്തിൽ ഈ പുതുമണ്ണ് കോരിയിട്ട ഈ കുഴിമാടങ്ങളിലൊക്കെ ഈ ദുരന്തത്തിൻ്റെ ഇരകളായ, ജീവൻ നഷ്ടമായ മനുഷ്യർക്ക്, മേൽവിലാസമില്ലാതായി പോയ, തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യർക്ക് ഇവിടെ നിദ്ര ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ 2 സങ്കട ഓർമ്മകളുടെ തുരുത്തുകൂടിയായി, കേന്ദ്രം കൂടിയായി ഈ സ്ഥലം മാറുന്നുണ്ട്. പുത്തുമല ദുരന്തം നമുക്കറിയാം. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർക്ക് കൂടി നിത്യനിദ്രയ്ക്ക് ഒരേ നാട്ടിൽ ജീവിതം കരുപ്പിടിപ്പിച്ചവർ, അല്ലെങ്കിൽ ജീവിതം തണൽ അനുഭവിച്ചവരൊക്കെയായ മനുഷ്യരാണ്. അവർ പരസ്പരം അറിയുന്നവരായിരിക്കും, ഒരേ നാട്ടിൽ ഒരുമിച്ച് ജീവിച്ചവരായിരിക്കും, മതിലുകളില്ലാതെ ഒരുമിച്ച് ജീവിതം പങ്കുവെച്ച മനുഷ്യരായിരിക്കും. അവരാണ് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർ. അവർക്കിനി ചെയ്യാൻ കഴിയുന്ന നീതി എന്നത് ഏറ്റവും ബഹുമാനപൂർവ്വമുള്ള വിട നൽകലാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികമായി ഒരുക്കുന്ന 10 കുഴിമാടങ്ങൾ കൂടി ചേർത്താൽ 200 കുഴിമാടങ്ങളാണ് ആകെ തയ്യാറാക്കുക. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വൈകിയിരുന്നു. ആദ്യം 4 മണി എന്ന് പറഞ്ഞു, പിന്നീട് 7 മണിയായി, 8 മണിയായി, അങ്ങനെ പിന്നീട് വലിയ അർദ്ധരാത്രിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. നമുക്ക് കാണാം, ആദ്യം ഇവിടെ സംസ്കരിച്ചത് 8 പേരുടെ മൃതദേഹങ്ങളാണ്. അവരുടെ ഇപ്പോഴത്തെ മേൽവിലാസം എന്നത് DNA നമ്പറാണ്. അതായത് DNA സാമ്പിൾ ശേഖരിച്ചതിൻ്റെ നമ്പറാണ് അവരുടെ ഇപ്പോഴത്തെ മേൽവിലാസം. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം എപ്പോഴെങ്കിലും അവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകളുമായി അത് മാച്ച് ചെയ്യപ്പെട്ടാൽ, അങ്ങനെ തിരിച്ചറിയപ്പെട്ടാൽ അവർക്ക് ആ മേൽവിലാസം എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. അവരുടെ ബന്ധുക്കൾക്ക്, അങ്ങനെ ബന്ധുക്കളുടെ സാമ്പിളുകളും ഒക്കെ ശേഖരിച്ച് അങ്ങനെ അവർക്ക് തേടി വരാനുള്ള അവസരം കൂടി യഥാർത്ഥത്തിലുണ്ട്. അതായത് ഇനിയും ഇവിടെ അടക്കം ചെയ്ത മനുഷ്യർ അവരാരെല്ലാമാണെന്ന് തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അതായത് DNA സാമ്പിൾ പ്രൊഫൈൽ ലൈബ്രറി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാരും അധികൃതരും വിശദീകരിച്ചതാണ്. അവരിവിടെ നിദ്രയിലേക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം സമാനമായ നിലയ്ക്ക്, അതായത് സർവ്വമത പ്രാർത്ഥന, ഓരോ മതവിഭാഗങ്ങളുടെയും പുരോഹിതർ ഇവിടെ എത്തുകയും മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് പ്രാർത്ഥനകൾ നടത്തുകയുമാണ് ചെയ്യുക. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ എന്ന നിലയ്ക്കാണ്. അതേ നിലയ്ക്ക് തന്നെ ആയിരിക്കും ക്രമീകരണം. അതായത് മേപ്പാടി CHCയിൽ നിന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് 15 കിലോമീറ്റർ അകലെയുള്ള പുത്തുമലയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. അതിനുശേഷമാണ് ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോം, ഒരു ഷെഡുണ്ട്. അവിടെ സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള ക്രമീകരണം, വിവിധ മതവിഭാഗങ്ങളുടെ പുരോഹിതർ പ്രാർത്ഥനകൾ ചൊല്ലും. അതിനുശേഷം പിന്നീട് തുടർച്ചയായി സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ 14 മൃതദേഹങ്ങൾ കൊണ്ടുവരിക, പിന്നീട് അങ്ങോട്ടേക്ക് വിട്ടുകിട്ടുന്ന മുറയ്ക്ക്, അവിടെ നിന്ന് വിട്ടു നൽകുന്ന മുറയ്ക്ക് ഇങ്ങോട്ടേക്ക്
അങ്ങോട്ടേക്ക് എത്തിക്കുക. തുടർച്ചയായി തന്നെ പരമാവധി വേഗത്തിൽ കാലാവസ്ഥ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഉരുളുപൊട്ടി ഒഴുകിയ ഒരു ചാൽ മറുവശത്തു കൂടി ഒഴുകുന്നുണ്ട്. ഒപ്പം ഇത് ഉരുളുപൊട്ടി എത്തിയ മണ്ണാണ്. അങ്ങനെ അതിശക്തമായ മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസകരമാകും, ശ്രമകരമാകും. ഒപ്പം ഈ മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ സംസ്കരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും വളരെ വേഗത്തിൽ സംസ്കരിക്കുന്നത് തന്നെയാണ് ഉചിതം എന്നത് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകും. മറ്റേതെങ്കിലും തരത്തിൽ അവകാശികളോ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാനുള്ളൊരു സാധ്യതയോ ഒക്കെ അവകാശികൾ വരിക അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത എന്നത് വളരെ പരിമിതമാണെന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അത് പിന്നീട് അതിനുള്ള അവസരങ്ങൾ, അതായത് ചിത്രങ്ങൾ, ആഭരണങ്ങളുടെ ചിത്രങ്ങളുണ്ട്, DNA സാമ്പിളുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അത് കൃത്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഫോളോ അപ്പ് ചെയ്താൽ സ്വാഭാവികമായി ആ കാര്യത്തിൽ ഉള്ളൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിയൽ സാധ്യത എന്നത് അവശേഷിക്കുന്നില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു വസ്തുതയാണ് എന്ന കാര്യവും അറിയാം. മറ്റൊന്ന്, ഇത് നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച്, ഈ നാടിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുൻ അനുഭവമില്ല. ഇത്തരത്തിലുള്ളൊരു ദുര്യോഗത്തെ ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും ആഴത്തിൽ, ഇത്രയും വേദനയോടുകൂടി യഥാർത്ഥത്തിൽ നേരിട്ടിട്ടില്ല. ഇങ്ങനെ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കി ഈ മനുഷ്യരെ, അതായത് അവർക്ക് പോലും പരിചിതമല്ലാത്ത അനവധി മനുഷ്യർ പല ദേശങ്ങളിൽ നിന്ന് വന്നാണ് യഥാർത്ഥത്തിൽ അവർക്ക് വിട നൽകുന്നത്, അന്ത്യയാത്ര ഒരുക്കുന്നത്. ഉദ്യോഗസ്ഥർ, പല ദേശങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ ഇന്നിവിടെ വന്നപ്പോൾ പോലും കുറേ മനുഷ്യർ, 8 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് അത് കാണാം, അവരുടെ കുഴിമാടങ്ങൾ. അവിടെ ഈ പ്രദേശങ്ങളിൽ, അതായത് മുണ്ടക്കൈ മേഖലയിൽ നിന്നും അവിടെയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ബന്ധുക്കളിൽ പലരെയും ഇന്നിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. അവർ ഇവിടെയൊക്കെ എത്തി. അവരുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആകാം. കാരണം ഇപ്പോഴും എത്രയോ മനുഷ്യർ കാണാമറയത്തുണ്ട്, കണ്ടുകിട്ടിയിട്ടില്ല, എവിടെയാണ് എന്നറിയില്ല. എവിടെയോ അവർ മാഞ്ഞുപോയി, മറഞ്ഞുപോയി. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആണോ എന്ന വേദന കൊണ്ട് ഇവിടെ നിന്ന് കുറേ മനുഷ്യർ ഇവിടെയൊക്കെ എത്തി മുട്ടുകുത്തി നിന്നും അല്ലാതെയും ഇവിടെയൊക്കെ വന്നിരുന്നും ഈ സമീപത്തെ കല്ലുകളിലുമൊക്കെ ഇരുന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നതും ഇവിടെ വന്ന് സന്ദർശിച്ചു പോകുന്നതുമൊക്കെ, അങ്ങനെ കുറേ മനുഷ്യരെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു. അവർ കരുതുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ, അതായത് തിരിച്ചറിയപ്പെട്ടിട്ടില്ല, അവർക്കൊരു മേൽവിലാസം ഇതിനു മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ ആ മേൽവിലാസമില്ല. ഇപ്പോൾ ഒരു നമ്പർ മാത്രമാണ്, ഒരു കല്ലടയാളം. ഈ പുതുമണ്ണിൽ ഒരു കല്ല് കുത്തിവെച്ചിട്ടുണ്ട്. ആ കല്ലടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ മാത്രമാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അടയാളം. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമാണോ എന്ന വ്യഥ കൊണ്ട്, എന്ന സംശയം കൊണ്ട് ഇവിടെ വന്ന കുറേ മനുഷ്യർ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയും മായ കുറേ മനുഷ്യരെ കണ്ടു. അവർക്ക് ഇവിടെയൊന്ന് വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് അറിയില്ലല്ലോ എന്ന സംശയം, വ്യഥയാണ്. അതുകൊണ്ടൊക്കെ വരുന്ന അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോഴും ഇവിടേക്ക് വരുന്നുണ്ട്. അവരെ പലരെയും ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെയൊരു വേദന കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നതുകൂടി എടുത്തു പറയണം. ഇവിടെ ക്രമീകരണങ്ങൾ പൂർത്തിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ ഈ ആദ്യം സംസ്കരിച്ച 8 കുഴിമാടങ്ങൾ കൂടാതെ 200 കുഴിമാടങ്ങളായിരിക്കും ഇവിടെ തയ്യാറാക്കുക. അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങളും കൃത്യമാണ്. 3 മണിയോടുകൂടി പുരോഹിതരെത്തും. സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യവും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ജനപ്രതിനിധികളുടെ സാന്നിധ്യവും ഉണ്ട്. ഏതാണ്ട് 3 മണിയോടുകൂടി അല്ലെങ്കിൽ 3:30 ആദ്യഘട്ടത്തിലെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. അനുജ.